വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും പറയണ പോലെ തന്നെ ഫസ്റ്റ് ഒരു കാര്യം പറയാം. ഇൻസ്റ്റത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. എല്ലാ വ്ളോഗിലും എല്ലാ വീഡിയോസിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. വെറുതെ ഒരു ഹായ് ഹലോ എന്ന് അയച്ച് ഞാൻ റിപ്ലൈസ് കൊടുക്കാറില്ല. റീസെൻ്റ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നപ്പം എന്താ പറയുക, എനിക്ക് കുറേ പെൻഡിങ് ആയിട്ട് മെസ്സേജസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർ വിചാരിക്കും അയ്യോ പ്രോപ്പറായിട്ട് റിപ്ലൈ തരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാറുണ്ട്, മെസ്സേജ് അയക്കുന്ന സമയത്ത് ശരിക്കും എന്താണ് റീസൺ അതൊക്കെ പറഞ്ഞിട്ട് വേണം മെസ്സേജ് അയക്കാൻ. ജസ്റ്റ് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല എന്നുണ്ട്. കാരണം ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ റിപ്ലൈസ് കൊടുക്കാറില്ല. പിന്നെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് എന്താ പറയുക, എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ DM ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത് കേട്ടോ. പക്ഷേ അങ്ങനെ ഒരുപാട് മെസ്സേജസ് വന്ന് എടുക്കുമ്പോൾ സത്യം പറയാലോ ഞാൻ അങ്ങനെ റിപ്ലൈസ് കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഡൗട്ടും കൂടി അത് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ മെസ്സേജ് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴൊരു 10-24 മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതെ അവിടെ ഇട്ടിട്ടുണ്ട്. റിപ്ലൈസ് അതിനെക്കാട്ടിയും കൂടുതൽ എന്താ പറയുക ഡൗട്ടൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഈ പെൻഡിങ് എടുക്കണേക്കാട്ടിയും കൂടുതലുണ്ട്. അതിനൊക്കെ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ 1-2 എങ്ങാനും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇന്നൊരു കുട്ടിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. എന്താ പറയുക, ഞാൻ ഒരുപാട് എന്താ പറയുക ഹാപ്പിയാണ്. നമുക്കിങ്ങനെ വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ജോബ് കിട്ടിയെന്നൊക്കെ ഒന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഹാപ്പിയാണ് കേട്ടോ. എൻ്റെ ഈ ചാനൽ എന്താ പറയുക ഒരിക്കലും ഞാൻ ഈ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ നമ്മളെന്താ പറയുക ഈ ഓഫീസിലെ വ്ളോഗ് ഇട്ടപ്പോൾ അതിന്ന് കമൻസ് വന്നു. അപ്പം ഞാൻ പിന്നെ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു. പിന്നെ അതിലും കുറേ ഇങ്ങനെ കമൻസ് ഒക്കെ വന്നപ്പോഴാണ് അത് ബേസ് ചെയ്തിട്ട് മുന്നോട്ട് പോയത്. എൻ്റെ ഒരു എന്താ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ എൻ്റെ വ്ളോഗ്, അതായത് എൻ്റെ ഡെയിലി വ്ളോഗ് കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല നല്ല കാര്യങ്ങളായിരുന്നു ഇടാൻ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇതൊരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചാനലായി മാറിയോ എന്നൊക്കെ ഡൗട്ടുണ്ട്. അത് കാരണം തന്നെ പതുക്കെ അതൊന്നും മാറ്റിയിട്ട് ഞാൻ അതും ഇടും. എന്താ പറയുക ഈ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ ഇടും. എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫ് ഉണ്ടാവില്ലേ, എന്താണ് പറയുക ഇപ്പോൾ ഫാമിലി വ്ളോഗ്, ട്രാവൽ വ്ളോഗ്, കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതും കൂടി ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ പറയുക അതിന് വേണ്ടിയാണ് ഈ യൂട്യൂബ് ചാനൽ സത്യം പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആകെ തല കീഴായിട്ട് ഞാൻ വിചാരിക്കാത്ത പോലെയൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയണത് ജോബ് റിലേറ്റഡ് ആയ കാര്യം തന്നെയാണ് കേട്ടോ. എന്നോട് ഒരാളെ ചോദിച്ചു എന്താ പറയുക നമ്മൾ ഈ ജോബിന് അപ്ലൈ ചെയ്തിട്ട് എന്താ പറയുക ഒരുപാട് ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന പോലെ തന്നെ, അപ്പോൾ അതിനൊന്നും ഇൻ്റർവ്യൂ കോൾസ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താന്ന് പറയാമോ ചേച്ചി ചെയ്ത പോലത്തെ. ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടേക്ക് അധികം ഏജ് ഒന്നുമില്ല കേട്ടോ. എല്ലാവരും ചേച്ചി ഒന്ന് പറയാമോ ചേച്ചി. അപ്പം ഞാനും ഓക്കെ. അപ്പം വീഡിയോസിനകത്ത് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിയോട് പറഞ്ഞു, അങ്ങനെയാണല്ലോ പറയാറ്. എനിക്ക് അധികം ഏജ് ഒന്നുമില്ല കേട്ടോ. അപ്പം എന്താ പറയുക സംഭവം അതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക ആ ഒരു കാറ്റഗറി ഉണ്ട്. ഒരു 3 കാറ്റഗറിനായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോബ്, അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോബ്, ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോബ്, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഞാൻ ജോബ് റിക്വയർമെൻറ്റിനെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് തരംതിരിച്ചിട്ടുള്ളത്. അതിനെ ഞാനല്ല പൊതുവേ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എന്നൊക്കെ എല്ലാത്തിനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെയാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുക, അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് റിയലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോബ് ഇപ്പം മെഡിക്കൽ ബില്ലിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ കോഡർ ആയിട്ടുള്ള ഒരു ജോബാണ് വിചാരിക്കും. അപ്പോൾ ആ ഒരു കോഡറിന് അല്ലെങ്കിൽ ആ ഒരു ബില്ലറിന് അല്ലെങ്കിൽ വാട്ടെവർ എന്താണെങ്കിലും എന്താ പറയുക ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ടായിരിക്കും ഇല്ലേ. ചിലപ്പോൾ ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്ലസ് CPC സർട്ടിഫൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ പറയുമ്പോൾ എന്താ പറയുക അവർക്ക് 2 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും വേണ്ടത്. ഇവർക്ക് 5 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്. എന്താ പറയുക അവർ വല്ല നേഴ്സിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക വല്ല ഡോക്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വിചാരിക്കാം. മനസ്സിലായി. പക്ഷെ ഇവർ റിക്വയർ ചെയ്തിട്ടുള്ള എന്താ ഒരു ഡിഗ്രി ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത് റിക്വയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സമയത്ത് വരുമ്പോൾ എന്താ പറയുക ആ ഒരു പറഞ്ഞിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഇല്ലേ അതിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷനെക്കാട്ടി ഞാൻ കുറച്ചും കൂടി ഓവർ ക്വാളിഫൈഡ് ആണ്. മനസ്സിലായ? അപ്പോൾ ആ സമയത്ത് ഇതെന്താ ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്ക് ഒരു എന്താ പറയുക ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കൂടുക, അതുപോലെ തന്നെ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഒരുപാട് സാലറി കൊടുക്കേണ്ടി വരും. മനസ്സിലായോ?
അങ്ങനെ ഒരുപാട് സാലറി കൊടുക്കുമ്പോൾ കമ്പനിക്ക് എന്താണ് നഷ്ടമായിട്ട് വരുന്നത്, മനസ്സിലായോ? ഈ ഒരു ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ സാലറി ചിലപ്പോൾ അവർ റിക്രൂട്ട് ചെയ്തിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 2 പേർക്ക് കൊടുക്കാനുള്ള സാലറി ആയിരിക്കും ഇവിടെ ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരിക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെയാണ് സംഭവം വരിക. അപ്പോൾ അവരെന്ത് ചൂസ് ചെയ്യും? അവർ പറഞ്ഞിട്ടുള്ള റിക്വയർമെന്റ് എന്താണോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരാളെയാണ് എടുക്കുക. കാരണം ആ പ്രോസസ്സ് ചെയ്യാൻ ആ ഒരു ഇത് മതി, ആ ഒരു കമ്പനിക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ മതി. ഓക്കെ, അപ്പൊ ആ ഒരു പാക്കേജ് അവർക്ക് കൊടുത്താൽ മതിയായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ആ ഒരു റിക്വയർമെന്റിനെക്കാട്ട് ഒരുപാട് നമുക്ക് ക്വാളിഫിക്കേഷൻ കൂടുതലാണെങ്കിൽ ആ ജോബിന് അപ്ലൈ ചെയ്യാതിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ പറയുക, ഈ അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ മെഡിക്കൽ ബില്ലറോ മെഡിക്കൽ കോളറോ ഏതാണെങ്കിലും എന്താ പറയുക, അവർ പറഞ്ഞിട്ടുള്ള എന്താണ്, ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അവർ പറഞ്ഞിട്ടുള്ളത് വിത്ത് CPC. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു അണ്ടർ ക്വാളിഫൈഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവർ പറഞ്ഞിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനെക്കാട്ടി താഴെ അണ്ടറായിട്ട് വരുന്ന ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ അവർ എടുക്കില്ല. കാരണം ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നോളജ് വേണം, മനസ്സിലായോ? അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷനാണ് അവർ നോക്കുന്നത്. അപ്പൊ അതിനെക്കാട്ടി നല്ലതായിട്ട് എന്താ പറയാ, ക്വാളിഫിക്കേഷൻ കുറവുള്ള ആൾക്കാർ എന്താ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, അവരെന്നെ സെലക്ട് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന എല്ലാ ജോബിനും ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഞാൻ ഈ ഒരു പ്രോസസ്സ് ഞാൻ ചെയ്തിരുന്നു. കാണുന്ന എല്ലാ ജോബിനും ഞാൻ അപ്ലൈ ചെയ്യും, മനസ്സിലായോ? അവിടെ എക്സ്പീരിയൻസ് 2 കൊല്ലമായിരിക്കും അല്ലെങ്കിൽ 3 കൊല്ലമായിരിക്കും, പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ കാര്യത്തിനൊക്കെ. പക്ഷെ അവിടെ ഒരു ചാൻസ് ഞാൻ കണ്ടിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് അവർക്ക് ആവശ്യമെങ്കിൽ നമ്മളതിനെ എടുക്കും, മനസ്സിലായോ? ഒരാളെയോ 2 ആളെയോ ആവശ്യം കമ്പനി മുന്നോട്ട് വെക്കുന്നെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയാസ് ഒക്കെ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പക്കയായിട്ടുള്ള ആൾക്കാരാണ് എടുക്കുക, മനസ്സിലായോ? പക്ഷെ ഒരു കമ്പനിയുടെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഒരു ബൾക്കായിട്ടുള്ള ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചാൻസ് ഉണ്ട് അവിടെ. അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ എന്താ പറയുക ജോബിനും ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ അത്ര ഓവർ ക്വാളിഫൈഡ് ആയിട്ടാ ഞാൻ അങ്ങനെ കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ അത്ര അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്താ പറയുക ജോബ്സിനൊന്നും ഞാൻ അപ്ലൈ ചെയ്തിരുന്നില്ല കേട്ടോ. നമുക്കറിയാലോ അവർ പറഞ്ഞ റിക്രൂട്ട്മെന്റ് എന്താണോ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചറിയാലോ ഈ ജോബിന് അപ്ലൈ ചെയ്താൽ കിട്ടൂല്ലോ എന്നൊക്കെ ചിന്തിച്ചറിയാലോ. ആ ഒരു ബേസിൽ ഞാൻ പോയിരുന്നത് കേട്ടോ. പിന്നെ വരുന്ന പോയിന്റ് ആണ് എന്ത്, നമ്മുടെ എന്താ പറയാ ക്വാളിഫൈഡ്, അതായത് പക്ക ആ ഒരു എന്താണോ റിക്വയർമെന്റ് അല്ലെങ്കിൽ എന്താണോ കമ്പനിയുടെ ആവശ്യം, ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ എന്താണെങ്കിൽ അതിന് നമ്മൾ സെറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഗ്രാജുവേഷൻ ഉണ്ട്, CPC സർട്ടിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെ പക്ക നമ്മൾ സെറ്റ് ആണെങ്കിൽ നമുക്ക് ജോബ് അപ്ലൈ ചെയ്താൽ കിട്ടും. പിന്നത്തെ ഒരു കാര്യം പറഞ്ഞത് ഈ ATS ഫ്രണ്ട്ലി റെസ്യൂം എന്നൊക്കെ പറയുമ്പോൾ അത് ഓട്ടോ ജനറേറ്റഡ് ആണ്. ആ ഒരു എന്താ ഓട്ടോ ജനറേറ്റഡ് അല്ല, സിസ്റ്റം ആണ് അത് നമ്മൾ റെസ്യൂമൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്നത്, മനസ്സിലായ? ഒരു എന്താണ് ടെക്നിക്കൽ മെത്തേഡ്സിലൂടെ അല്ലെങ്കിൽ സോർട്ട് ചെയ്തെടുക്കണൊക്കെ സംഭവമാണ് എന്ത് ATS ഫ്രണ്ട്ലി റെസ്യൂംസ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ്, നമ്മൾ ഈ അണ്ടർ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഓവർ ക്വാളിഫൈഡ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്താണ് സിസ്റ്റം നമ്മുടെ CV എന്ത് ചെയ്യില്ല, സെലക്ട് ചെയ്യില്ല, മനസ്സിലായോ? ആദ്യം എന്താ ചെയ്യുക, റെസ്യൂംസ് വലിയ കമ്പനീസിലൊക്കെ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. സാധാ കമ്പനീസിലൊക്കെ എന്താ പറയാ മെയില് വന്ന് കിടക്കും CVs ഒക്കെ. അപ്പൊ CVs ഒക്കെ HR ഇരുന്നിട്ട് വായിക്കുക, ജസ്റ്റ് നോക്കും, എന്നിട്ട് നല്ലൊരു പ്രൊഫൈൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല വലിയ കമ്പനീസിന് ഇങ്ങനെ കുറെ ടൈം നമ്മൾ അതിനു വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഒരുപാട് CVs ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു കമ്പനിയിൽ വരുന്നത്. അപ്പൊ അത് ഓരോന്നായിട്ട് നോക്കണേക്കാട്ടി നല്ലതാണ് എന്ത് ATS ഫ്രണ്ട്ലി ആയിട്ട് സിസ്റ്റം തന്നെ റീഡ് ചെയ്തിട്ട് തരുന്ന സോർട്ട് ചെയ്തെടുക്കുന്ന റെസ്യൂംസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ തന്നെ ഇപ്പൊ കിട്ടുള്ളൂ. ഭയങ്കര കോമ്പറ്റേറ്റ് ആണ് ഇപ്പോൾ ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ദിവസമായി എന്താ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, കാരണം ആർക്കും ഇങ്ങനെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരുപാട് പിള്ളേർ ഇങ്ങനെ ജോബ് കിട്ടിയിട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഞാനും ഭയങ്കര ത്രില്ഡ് ആണ്. അപ്പൊ ഞാൻ വീഡിയോസ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ബോറടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുറേ ട്രൈ ചെയ്തിട്ട് ജോബ് കിട്ടിയത് എൻ്റെ വീഡിയോസ് കണ്ടിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.
അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ജോബ് കിട്ടട്ടെ. നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.